വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 3rd മെയ്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 5th മെയ് മുതൽ 9th മെയ് വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ വീക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ വന്നത് നമ്മുടെ ഏപ്രിൽ മന്തിൻ്റെ GST കളക്ഷൻ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 2.37 lakh crores വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഏപ്രിലായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 12.6% ആണ്. കഴിഞ്ഞ വർഷം 2024 ഏപ്രിൽ 2.1 lakh crores ആണ് ടച്ച് ചെയ്തിരുന്നത്. അതുപോലെ മാർച്ച് മന്തിൽ നോക്കുകയാണെങ്കിൽ 1.9 lakh crore-ൻ്റേതായിരുന്നു GST കളക്ഷൻ. ഇതുപോലെ GST കളക്ഷൻ നമുക്ക് നോക്കിയാൽ അറിയാം വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. അതായത് GST ബില്ലിങ്ങിൻ്റെ കാര്യത്തിലും എല്ലാം കുറേയധികം ഇനീഷ്യൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോൾ എല്ലാം സ്മൂത്തായിട്ട് അധികം ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ട്രേഡിങ് എല്ലാം ചെയ്യാനായിട്ട് കൂടുതൽ പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് GST കളക്ഷൻ കൂടുന്നത്. ഇതുപോലെ GST കളക്ഷൻ നമുക്കറിയാം 2.37 lakh crores-ൻ്റെ കളക്ഷൻ മന്ത്ലി GST കളക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അത്രയധികം പണം സ്പെൻഡ് ചെയ്യാനായിട്ട് എല്ലാ മാസവും വരികയാണ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ നമുക്കറിയാം ഡയറക്റ്റ് ടാക്സ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ഒക്കെ കളക്ട് ചെയ്യണമെങ്കിൽ ഓരോ വർഷവും അവസാനമൊക്കെയാണ് കൂടുതൽ കളക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് എല്ലാ മാസവും ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ഓരോ ട്രേഡ് നടക്കുമ്പോൾ അതിൽ നിന്നുള്ള എമൗണ്ട് കളക്ട് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ഓരോ മാസവും ഈ പണം ലഭിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ ലഭിക്കുമ്പോഴാണ് ഇതുപോലുള്ള ഇൻകം ടാക്സിലൊക്കെ നമുക്ക് കുറേയധികം കൺസെഷൻസ് തരാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കുന്നത്. നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും കഴിഞ്ഞ ബജറ്റിൽ നമുക്കറിയാം ടാക്സ് ലാബിലെല്ലാം ഇപ്പോൾ 12 lakhs വരെയുള്ള എക്സംഷൻ നമുക്ക് നൽകാനൊക്കെ സാധിക്കുന്നത് ഇതുപോലെയുള്ള GST കളക്ഷനൊക്കെ കൂടുമ്പോഴാണ്. അപ്പോൾ ആക്ച്വലി GST ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയുള്ളൊരു പ്ലാൻ ഇതാണ്. കൂടുതൽ GST കളക്ഷൻ വരുമ്പോൾ കൂടുതൽ എമൗണ്ട് മറ്റുള്ള ഇത് സാലറി ക്ലാസ്സും അതുപോലെയുള്ള ഇൻകം ലഭിക്കുന്നവർക്കും അവർക്ക് അവരുടെ കയ്യിൽ വരുന്ന എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ടാക്സ് ലാബുകളൊക്കെ കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ GST ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കംപ്ലയിൻസ് കൂടുന്നതിനനുസരിച്ച് ഇതുപോലെ കളക്ഷൻ കൂടുമ്പോഴാണ് ഗവൺമെൻറ്റിന് ഇതുപോലെയുള്ള ഇൻകം ടാക്സിലൊക്കെ ഇങ്ങനെ കുറവ് നൽകാൻ സാധിക്കുക. കാരണം കൂടുതൽ എമൗണ്ട് ജനത്തിൻ്റെ കയ്യിൽ എത്തുകയാണെങ്കിൽ അവരത് സ്പെൻഡ് ചെയ്യുമ്പോൾ GST കൂടുതലായിട്ട് തന്നെ ഗവൺമെൻറ് തിരിച്ച് ലഭിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡയറക്റ്റ് ടാക്സ് ആയിട്ടുള്ള ഇൻകം ടാക്സ് വഴിയുള്ള കളക്ഷനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കളക്ട് ചെയ്തെടുക്കാനായിട്ട്. അതേസമയം ഇതുപോലെയുള്ള GST പോലെയുള്ള ഇൻഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്യാൻ വളരെ താരതമ്യേന ഈസിയാണ്. കാരണം നമുക്കറിയാം ജനങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്നൊരു എമൗണ്ട് ആയതുകൊണ്ട് അത് അറിയാതെ തന്നെ കളക്ട് ചെയ്ത് വരുന്നതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അതുപോലെ തന്നെ എല്ലാ മാസവും ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും GST കളക്ഷൻ കൂടുന്നത് നമുക്ക് മറ്റൊരു രീതിയിലൂടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഗ്രോത്ത് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാർക്കറ്റ് ഈ ഗ്ലോബലായിട്ട് ട്രേഡ് താരിഫ് വാറിനെ കുറിച്ച് കൂടുതൽ വറീഡായിട്ട് നിൽക്കുമ്പോഴും നമ്മുടെ മാർക്കറ്റ് കുറച്ച് ദിവസത്തെ ഒരു കറക്ഷന് ശേഷം വീണ്ടും തിരിച്ചു വരികയുണ്ടായല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻറ്റേർണലായിട്ടുള്ള കൺസംഷനും ഇൻറ്റേർണലായിട്ടുള്ള ഈ ബിസിനസ്സാണ് നമ്മുടെ കൺട്രിയിൽ പ്രൊഡക്ഷൻ കൂടുതൽ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെയുള്ള പുറത്തുനിന്നുള്ള താരിഫുകളെ കുറിച്ചൊന്നും അധികം വറീഡ് ആവേണ്ട കാര്യമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ US-ആയിട്ടും നമ്മളൊരു അധികം വൈകാതെ തന്നെ ഒരു ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ട്രേഡ് താരിഫ് ആറിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഒരു ഗ്ലോബലായിട്ട് ഒരു സിനോറിയോ കാണുന്നത്. അതേസമയം നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഇല്ലാതെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം
ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം, സാധാരണ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്കല്ല നമ്മൾ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം പല രീതിയിലുള്ള എക്കണോമിക് ആയിട്ടുള്ള സാങ്ഷൻസോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അത് എല്ലാ ഒരു അറ്റാക്ക് ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അതൊരു ടെറർ ഗ്രൂപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്ക് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ട് ടെറർ ഗ്രൂപ്പിനെയൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള ഒരു വാറിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ എക്കണോമിക്ക് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ പോകും. അത് തന്നെയാണ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോഴും യാതൊരു വിധത്തിലുള്ള കറക്ഷൻ ഇതിനെ തുടർന്നില്ലാതെ തന്നെ പോകുന്നത്. ആ സമയം കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ടത് മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്താണ് വരും ദിവസങ്ങളിൽ ഈ വാർ സിറ്റുവേഷൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നതിന് ശേഷം അടുത്തൊരു മൂവ്മെൻറ്റ് വരാവുന്ന രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പക്ഷേ ഇതുപോലെയുള്ള ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ നിൽക്കുമ്പോഴായിരിക്കും പലപ്പോഴും മാർക്കറ്റ് അപ്രതീക്ഷിതമായിട്ട് മുകളിലേക്ക് പോകുക. അപ്പോൾ ഞാൻ ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതിൽ നിന്നും ഈ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു 25,900 വരെയുള്ള മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു ലെവലിൽ യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പലരും നിഫ്റ്റിയിലൊക്കെ ഷോർട്ട് പൊസിഷൻസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് എടുക്കണം. കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്നതിന് ഓപ്പോസിറ്റായിരിക്കും പലപ്പോഴും മാർക്കറ്റ് മൂവ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത് നമുക്ക് കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി ഒരു 307 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,346 കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി ഒരു 24,589 ഒരു റീസെൻ്റ് ആയിട്ടുള്ളൊരു പുതിയ ഹൈ കൂടെ സെറ്റ് ചെയ്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും നിഫ്റ്റി ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ 25,900 വരെയും ഉള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാമെന്നുള്ളൊരു കാര്യം നമ്മൾ പറയുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ആ ഒരു സപ്പോർട്ട് നമുക്ക് 21,821 എന്നുള്ള ഒരു സപ്പോർട്ട് തന്നെ ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് നിഫ്റ്റി ഒരു അപ്വേർഡ് ഡയറക്ഷനിലുള്ളൊരു മൂവ്മെൻറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അടുത്ത നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് 24,629 അടുത്തൊരു റെസിസ്റ്റൻസ് വരുന്നത്. അതിന് മുകളിൽ 25,900 മൂവ്മെൻ്റ് ആയിരിക്കണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സും കഴിഞ്ഞ ആഴ്ചയിൽ 1,289 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് 80,501 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 53,705 ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 134 പോയിൻറ്റ്സ് ആണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 105 പോയിൻറ്റ്സ് താഴ്ന്ന് 16,441 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വീക്കിൽ ക്വാർട്ടർ 4 റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്ത കമ്പനികളിൽ അദാനി പോർട്സിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 50% ഗ്രോത്താണ് റിപ്പോർട്ട് ചെയ്തത്. നെറ്റ് പ്രോഫിറ്റ് 3,023 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി ഡിക്ലെയർ ചെയ്ത്. കഴിഞ്ഞ വർഷം ഇത് 2,025 ക്രോർസ് മാത്രമായിരുന്നു. അതുപോലെ റവന്യൂ 23% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ചെയ്ത് 8,488 വന്നിട്ടുണ്ട്. അദാനി പോർട്സ് അതിനെ തുടർന്ന് കഴിഞ്ഞ വീക്കിലും നിയർലി ഒരു 5% അധികമൊക്കെ ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അദാനി പോർട്ടിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദാനി പോർട്ട് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1,267 വളരെ നല്ല റിസൾട്ട് അദാനി പോർട്സ് ഡിക്ലെയർ ചെയ്തതിനെ തുടർന്ന് കമ്പനി വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ അദാനി എൻ്റർപ്രൈസ് കഴിഞ്ഞ വീക്കിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ 52% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ ഇൻക്രീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3,845 ക്രോർസിൻ്റെ പ്രോഫിറ്റാണ് ഫോർത്ത് ക്വാർട്ടറിൽ കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 451 ക്രോർസ് മാത്രമാണ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം ഇതുപോലെയുള്ള ഒരു പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഒരു എക്സെപ്ഷണൽ ഐറ്റത്തിൽ നിന്നുള്ള പ്രോഫിറ്റ് 3,286 ക്രോർസിൻ്റെ അദാനി വിൽമാറിൻ്റെ സെയിലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റാണ് ഈ കമ്പനി
ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 752% നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അദാനി എൻ്റർപ്രൈസ് റവന്യൂ 8% ഇയർ ഇൻക്രീസ് ചെയ്ത് 26,966 crores റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അദാനി എൻ്റർപ്രൈസിൻ്റെ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. 2301 അദാനി എൻ്റർപ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കും വരും ദിവസങ്ങളിൽ ഒരു അപ് ട്രെൻഡിൽ മൂവ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ റെയിൽടെൽ കഴിഞ്ഞ ദിവസം റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ നിയർലി ഒരു 10%ഓളം ഈ സ്റ്റോക്ക് മൂവ് ചെയ്ത് 326 വരെയൊക്കെ മൂവ് ചെയ്യുകയുണ്ടായി. കമ്പനിയുടെ കഴിഞ്ഞ ദിവസത്തിലെ റിസൾട്ട് വന്നപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് 46.3% ഇയർ ഓൺ ഇയർ ഇൻക്രീസിൽ 113.4 crores നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി കഴിഞ്ഞ ക്വാർട്ടറിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് റെയിൽടെലിൻ്റെ ചാർട്ടാണ്. സ്റ്റോക്ക് കഴിഞ്ഞ റാലിയിൽ റെയിൽവേ സ്റ്റോക്കുകളുടെ റാലിയിൽ നിയർലി 500 മുകളിലൊക്കെ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ആ ഒരു കറക്ഷനിൽ സ്റ്റോക്ക് വളരെ താഴെ ലെവലിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഒരു 316 ലെവലിലാണ് കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. റെയിൽടെലും ഈ റിസൾട്ടിന് ശേഷം വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ നമുക്ക് അറിയാം, ഇപ്പോൾ ഒരു വാർ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം ഡിഫൻസ് സ്റ്റോക്കുകളിലെല്ലാം കുറേയധികം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെന്നുള്ളതല്ല. അതുപോലെ തന്നെ ഇന്ത്യ ഒരു മേജർ ഡിഫൻസ് എക്സ്പോർട്ടറായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10ഓളം വർഷമായിട്ട് ഇൻഡിജിനസ് ആയിട്ടുള്ള ഡിഫൻസ് എക്യുപ്മെൻറ്റ്സിനെ ഗവൺമെൻറ്റിൻ്റെ രീതിയിലുള്ളൊരു പ്രോത്സാഹനം കൂടെ ഉള്ളതുകൊണ്ട് തന്നെയും, അതുപോലെ തന്നെ ഇൻറ്റേർണലായിട്ടുള്ള കുറേയധികം ഓർഡേഴ്സ് ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഓർഡേഴ്സ് കൊടുക്കുന്നതുകൊണ്ടും നമ്മുടെ ഇന്ത്യയിലുള്ള കുറേ ഡിഫൻസ് കമ്പനീസ് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ കമ്പനികളെല്ലാം വളരെ നല്ല രീതിയിൽ വരും ദിവസങ്ങളിലും പെർഫോം ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. ഇന്ത്യൻ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സിന് ഗ്ലോബലി വളരെ നല്ലൊരു ഡിമാൻഡും വരുന്നുണ്ട്. അതുപോലെ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നിൽക്കുന്നത് കൊണ്ട് ഈ കമ്പനികളെല്ലാം വളരെ നല്ല രീതിയിൽ ഒരു പെർഫോമൻസിന് സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. ഒരു പക്ഷേ 1 ഇയറിലേക്കൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ കൺസിഡർ ചെയ്യാവുന്ന കുറേ സ്റ്റോക്കുകളാണ്. അങ്ങനെയുള്ള നമുക്കൊരു ഡിഫൻസ് സെക്ടറിലുള്ള മേജർ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് CNDLM ലിമിറ്റഡ് ആണ് ഒരു ഫസ്റ്റ് കമ്പനി. മറ്റൊരു കമ്പനിയാണ് BEML എന്നുള്ള കമ്പനി. അതുപോലെ MTAR ടെക്നോളജീസ് ലിമിറ്റഡ് മറ്റൊരു കമ്പനിയാണ്. ഡൈനാമിറ്റിക് ടെക്നോളജീസ് ലിമിറ്റഡ്. അതുപോലെ മിശ്ര ധാതു നിഗം ലിമിറ്റഡ്. അത് മറ്റൊരു കമ്പനിയാണ് സെൻ ടെക്നോളജീസ് ലിമിറ്റഡ്. അതുപോലെ മറ്റൊരു കമ്പനിയാണ് ഡാറ്റ പാറ്റേൺസ് ഇന്ത്യ ലിമിറ്റഡ്, DCX സിസ്റ്റംസ് ലിമിറ്റഡ്. അതുപോലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അതുപോലെ സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ്, ആസ്ട്ര മൈക്രോ പ്രോഡക്ട്സ് ലിമിറ്റഡ്, കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ്, മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്. അതുപോലെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് ലിമിറ്റഡ്. അതുപോലെ യൂണിമെക് എയ്റോസ്പേസ് ആൻഡ് മാനുഫാക്ചറിങ് ലിമിറ്റഡ് എന്നുള്ളൊരു 18 കമ്പനികളാണ് പ്രധാനമായിട്ടും ഡിഫൻസ് സെക്ടറിൽ നമുക്ക് അങ്ങനെ ഇതുപോലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ പെർഫോമൻസിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വാച്ചിൽ നമുക്ക് കീപ്പ് ചെയ്യാവുന്ന സ്റ്റോക്കുകൾ. അതുപോലെ നമുക്കൊരു ഡിഫൻസ് സെക്ടറിൻ്റെ ബെനിഫിറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഈ ഡിഫൻസ് സെക്ടറിലേക്ക് മാത്രമായിട്ടുള്ള തീമാറ്റിക് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ട്സിൻ്റെ മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മോത്തിലാൽ ഓസ്വാൾ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്നുള്ളൊരു സ്കീമുണ്ട്. മോത്തിലാൽ ഓസ്വാളിൻ്റേതാണത്. ആ സ്റ്റോക്കിന് ആ മ്യൂച്വൽ ഫണ്ടിൽ ഒരു 12.84% റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം ഉള്ളത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിഫൻസ് സെക്ടറിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ട് നോക്കുകയാണെങ്കിൽ ആദിത്യ ബിർല സൺ ലൈഫ് നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്നുള്ള ഒരു സ്കീമുണ്ട്. അതാണെങ്കിൽ 12.83% ആണ് കഴിഞ്ഞ വർഷത്തെ ആദിത്യ ബിർല സൺ ലൈഫിൻ്റെ ഈ ഡിഫൻസ് സ്കീമിൽ നിന്നുള്ള റിട്ടേൺ. അതുപോലെ മറ്റൊരു സ്കീമാണ് നമുക്ക് HDFC ഡിഫൻസ് ഫണ്ട് റെഗുലർ ഗ്രോത്ത് എന്നുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീം. ഇത് ഇങ്ങനെയുള്ള സ്കീമുകളാണ് ഈ ഡിഫൻസ് സെക്ടറിൻ്റെ ഇങ്ങനെ ഒരു തീമാറ്റിക് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡിഫൻസ് സെക്ടറിൻ്റെ ഡിഫൻസ് ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകളാണ്. ഇപ്പോൾ നമുക്ക് ഉദാഹരണം നോക്കുകയാണെങ്കിൽ
HDFCയുടെ ഡിഫൻസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ നമുക്കിപ്പോൾ കാണാം. ഭാരത് ഇലക്ട്രോണിക്സ്, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ്, സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ, CNDLM, BEML, ആസ്ട്ര മൈക്രോ പ്രോഡക്ട്സ്, പ്രീമിയർ എക്സ്പ്ലോസീവ്, MTIR ടെക്നോളജീസ്, ലാർസൺ ആൻഡ് ടൂബ്രോ, ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ, ഇങ്ങനെയുള്ള കമ്പനികളാണ്. അപ്പോൾ നമുക്ക് ഓരോ ഇൻഡിവിജ്വലായിട്ട് ഓരോ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇൻഡയറക്റ്റായിട്ട് മ്യൂച്വൽ ഫണ്ട് റൂട്ടിലൂടെ ഇതുപോലെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഡിഫൻസ് സെക്ടറിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് നേടാനായിട്ട് നോക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് എയ്തറിൻ്റെ പുതിയതായിട്ടുള്ള IPO നടക്കുന്നത്. അത് 28 മുതൽ 30 വരെ ആയിരുന്നു IPO ഓപ്പൺ ആയിരുന്നത്. അത് 30 ക്ലോസ് ചെയ്തപ്പോൾ ഒരുപക്ഷെ മാർക്കറ്റിൻ്റെ ഒരു മൂഡ് കുറേ നെഗറ്റീവ് ആയതുകൊണ്ടായിരിക്കാം സബ്സ്ക്രിപ്ഷൻ ജസ്റ്റ് ലാസ്റ്റ് 3rd ഡേയിൽ 1.5 ടൈംസ് മാത്രമാണ് സബ്സ്ക്രിപ്ഷൻ നടന്നിരുന്നത്. അതിനുശേഷം ഇന്ന് എല്ലാവർക്കും അതിൻ്റെ അലോട്ട്മെൻറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഞാനും പേഴ്സണലി അപ്ലൈ ചെയ്തിരുന്നതാണ്. പക്ഷേ എനിക്ക് 46 ഷെയർസ് മാത്രമാണ് അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളൂ. അതിൽ ഒരു 321 ആണ് റേറ്റ്, അതായത് അപ്പർ റേഞ്ചിൽ തന്നെയാണ് എൻ്റെ അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. ബാലൻസ് എമൗണ്ട് റീഫണ്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഏതറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മെയിലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും അലോട്ട്മെൻറ്റിൻ്റെയും റീഫണ്ടിൻ്റെയും ഉള്ള ഇൻഫോർമേഷൻസ്. ഏതർ ഞാൻ പ്രതീക്ഷിക്കുന്നത് 6th ലിസ്റ്റ് ചെയ്യുന്നത്. 6th ഒരു പ്രീമിയത്തോടു കൂടി തന്നെ ലിസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നമ്മളെല്ലാ വീഡിയോയിലും നമ്മളൊരു ഹൈ വാല്യൂഡ് ആയിട്ടുള്ളൊരു 3 to 4 സ്റ്റോക്സ് നമ്മൾ നോക്കാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന സ്റ്റോക്കുകൾ ആദ്യത്തേത് അലിവിസ് ലൈഫ് സയൻസ് ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1088 ഈ അലിവിസ് ലൈഫ് സയൻസ് വരും ദിവസങ്ങളിലും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് കെഫിൻ ടെക്നോളജീസ് എന്നുള്ള സ്റ്റോക്ക്. ഇത് അതർ ഫൈനാൻഷ്യൽ സർവീസസ് സെക്ടറിലുള്ള സ്റ്റോക്കാണ്. 1131 ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കെഫിൻ ടെക്നോളജീസും വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ലുബിൻ, ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ നിന്നുള്ള ഈ സ്റ്റോക്ക് 2057 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ലുബിനും വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ സൊനാറ്റോ സോഫ്റ്റ്വെയർ 18% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ അതുൽ 12% ഉയർന്നും, മെസഗോണ്ടോക് ഷിപ്പ് ബിൽഡേഴ്സ് 10% ഉയർന്നും, SBI ലൈഫ് ഇൻഷുറൻസ് 9% ഉയർന്നും, വിശാൽ മെഗാമാർട്ട് 9% ഉയർന്നും, ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് 9% ഉയർന്നും, റിലയൻസ് ഇൻഡസ്ട്രീസ് 9% ഉയർന്നും, സിയാറ്റ് 9% ഉയർന്നും, ഗാർഡൻ റീച്ച് ഷിപ്പ് വെൽഡേഴ്സ് 8% ഉയർന്നും, ഡാറ്റ പാറ്റേൺസ് 7% ഉയർന്നും, ഷേഫ്ലർ 7% ഉയർന്നും, ഹൊനാസ കൺസ്യൂമർ 6% ഉയർന്നും, ഇലക്ട്രോൺ എഞ്ചിനീയറിംഗ് 6% ഉയർന്നും, സൊന BLW പ്രിസിഷൻ 5% ഉയർന്നും, ഹിറ്റാച്ചി എനർജി 5% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകൾ എല്ലാം ഒരു അപ് ട്രെൻഡിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIS 7680.1 ക്രോർസിൻ്റെ ബയേഴ്സായിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും 9269.5 ക്രോർസിൻ്റെ ബയേഴ്സായിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കിടക്കാം. നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത്. 25 ഏപ്രിലിന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,039 28 ഏപ്രിലിന് 289 പോയിൻറ്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. 29 ഏപ്രിലിന് 7 പോയിൻറ്റ്സ് ഉയർന്നും, 30 ഏപ്രിലിന് 1 പോയിൻ്റ് താഴ്ന്നും, അതിനുശേഷം 2 മേയിൽ 12 പോയിൻറ്റ്സ് ഉയർന്നുമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഒരു മൂവ്മെൻറ്റ് 24,589 എന്നുള്ളൊരു പുതിയൊരു ഹൈ സെറ്റ് ചെയ്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം ഏപ്രിൽ മന്ത് 814 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. 12th മേയിൽ മെയ് മന്തിൽ 12 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മെയ് മന്തിലും ഒരു അപ്വേർഡ് ട്രെൻഡിൽ തന്നെയാണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും
ഈ അപ് ട്രെൻഡ് ക്ലിയർ ആയിട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് സാധിക്കുകയാണ്, ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യമായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഒരു 25,900 എന്നുള്ള ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻ്റാണ് നമുക്ക് ഈ മെയ് മന്തിൽ പ്രതീക്ഷിക്കേണ്ടത്. അതുപോലെ നമ്മൾ വീക്കിലി ചാർട്ട് എടുക്കുമ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ 200 DMA വരുന്നത് 24,050 ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ വീക്കിലെയും 200 DMA. അതേസമയം 20 DMA വരുന്നത് 23,572 100 DMA വരുന്നത് 23,399 50 DMA വരുന്നത് 23,118 അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുമ്പോൾ പ്യൂർ പോയിന്റ് വരുന്നത് 24,329 ആ ലെവലിന് മുകളിൽ റെസിസ്റ്റൻസ് വരുന്നത് 24,605 24,865 25,140 25,900 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം 24,329 താഴെ സപ്പോർട്ടുകളായിരിക്കുക 24,070 23,794 23,511 22,566 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു വീക്കിലി റേഞ്ച് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 25,900 ലോവർ റേഞ്ച് 23,511 ആയിരിക്കും. അതേസമയം പ്യൂർ പോയിന്റ് 24,329 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്ക് ഓഫ് ദ വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അശോക് ലൈലൻഡ് ആണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ 220 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ 220ക്ക് മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുകയാണെങ്കിൽ അശോക് ലൈലൻഡിന് അടുത്ത റെസിസ്റ്റൻസ് 240 ആയിരിക്കും. അതോടെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് അശോക് ലൈലൻഡ് ആണ്. അതുപോലെ നമ്മുടെ ഈ വീക്കിൽ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് RBL ബാങ്ക് ആണ്. RBL ബാങ്ക് 200 ലെവലിലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിലേക്ക് ഉള്ളൊരു മൂവ്മെൻറ്റ് RBL ബാങ്കിൽ ലഭിക്കുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് 226 ആയിരിക്കും. അതുപോലെ നമ്മുടെ ഈ വീക്കിൽ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ദേവ്യാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ്, മോത്തിലാൽ ഒസ്വാൾ, റെഡിങ്ടൺ, ന്യൂജൻ സോഫ്റ്റ്വെയർ, അതുപോലെ എലക്ട്രോൺ എഞ്ചിനീയറിംഗ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ്പ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിലും ഈ സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.